ഈ വിവാദത്തിനപ്പുറത്ത് വികസനം അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം എന്നുള്ളതാണ് അവർ എപ്പോഴും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ ഇപ്പോൾ പുതുയുഗ യാത്ര നടത്തുന്നു. LDF ഇപ്പോൾ വികസന മുന്നേറ്റ ജാഥ നടത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത്തരത്തിൽ യാത്രകളുമായി ജാഥകളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു കോൺഗ്രസിന് ഇനി കേരളത്തിലൊരു ഒരു ഒരു അപ്പർ ഹാൻഡ് കിട്ടുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനിയിപ്പോൾ കോൺഗ്രസിലൊരു പ്രബല വിഭാഗത്തിൻ്റെ ഒരു നേതാവായി മുഖ്യമന്ത്രിയായി വരാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ആ ചോദ്യം കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിച്ചാൽ അവരതിനെ സ്ട്രെയിറ്റായിട്ട് മറുപടി പറയില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങൾക്കെല്ലാം ഇപ്പോഴേ അറിയാം ഇത് രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി, വി ഡി സതീശനാണോ, അതോ ഡൽഹിയിലിരിക്കുന്ന വേണുഗോപാലാണോ, ഇങ്ങനെ പല പല അന്തരീക്ഷത്തിൽ നടക്കുകയല്ലേ. അത് തന്നെ UDF ഒരു വലിയ അപകടമാണത്. അതൊരു അനിശ്ചിതത്വം തുടങ്ങുകയാണ്. ഇത് ഈ പറയുന്ന പേരുകാരെല്ലാം അതിൽ നിൽക്കുന്നവരാണെന്നും ആളുകൾക്കെല്ലാം അറിയാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളത് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അധികാര വടംവലി നടക്കും കോൺഗ്രസിൽ എന്നുള്ളത്. കോൺഗ്രസിനകത്ത് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ടല്ലോ, നടക്കും, സ്വാഭാവികമായിട്ട് നടക്കും. അതിനെ നേരിടണമെങ്കിൽ അവർ ഈ പറഞ്ഞ പേരുകാർ അവർ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ ആരാ നിങ്ങളെ നയിക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് ജനങ്ങൾ. അത് ഞങ്ങളെ നയിക്കുന്നത് വി ഡി സതീശനാണെന്ന് കോൺഗ്രസ്സുകാർ KPCC പറയട്ടെ. KPCC അവരൊരു പ്രമേയം പാസ്സാക്കട്ടെ, കോൺഗ്രസ് ഇലക്ഷൻ നയിക്കാൻ പോകുന്നത് വി ഡി സതീശനാണെന്ന് പറയില്ലല്ലോ. പക്ഷേ അതേസമയം LDF അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, CPM കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആവണോ വേണ്ടതൊക്കെ പിന്നീടാണ് തീരുമാനിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനായി LDF സതീശൻ പിണറായി നേർക്കുനേർ ഫൈറ്റ് അല്ലേ, അത് വരാൻ പോകുന്നില്ല. കാരണം സതീശൻ്റെ പുറകിൽ കോൺഗ്രസ്സുകാരെല്ലാവരും ഇല്ല. ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ സാധാരണ ജനങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ UDFൻ്റെ സ്ഥിതി, എന്തായിരിക്കും അവരുടെ സ്ഥിതി. ഈ UDF LDFും തമ്മിലാണോ, LDFും BJPയും തമ്മിലാണോ, UDFും BJPയും തമ്മിലാണോ കേരളത്തിലെ? BJP ഒന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഒരു അതൊക്കെ ചുമ്മാ അക്കൗണ്ട് തുറക്കില്ല അക്കൗണ്ട് ഒരിടത്ത് ഒരു സീറ്റെങ്ങാനും കിട്ടുക പണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലിരുന്ന സീറ്റ് നിയമത്തിരുന്ന O രാജഗോപാൽ ജയിച്ചല്ലോ. എങ്ങനെയാണ് സീറ്റ് പോയത്? പാവപ്പെട്ട ശിവൻകുട്ടിയല്ലേ ജയിച്ചതവിടെ. അപ്പോൾ ശിവൻകുട്ടി മതി. പിന്നെ O രാജഗോപാലിനെ തോൽപ്പിക്കാൻ ശിവൻകുട്ടിക്ക് കഴിയുമെങ്കിൽ O രാജഗോപാലിനേക്കാൾ വലിയ BJPക്കാരിപ്പോൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ഈ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് ജയിക്കാനാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരം പിടിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJPയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതവർ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ടൈപ്പ് ഫൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, അതൊന്നും ഈ BJPക്കാർക്ക് വലിയ പിടിയില്ല. BJP കേരള രാഷ്ട്രീയത്തിൽ വളരെ വൈകി വന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ വേരോടിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയിൽ ഒരിടത്തും വേരോട്ടം ലോകത്ത് ഒരിടത്തും ഇല്ലാത്തപ്പോൾ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കേരളമാണ്. ആ കേരളത്തിൻ്റെ ആ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച വിമോചന സമരമാണ് നടന്നത്. ഇപ്പോൾ വെനിൻസുലയിലെ മഡ്രോയെയും ഭാര്യയെയും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ കൊട്ടാരത്തിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഒരു പ്രതികരണം ഒരിടത്തുണ്ടായില്ല. അതല്ല ഇപ്പോൾ കേരളം. കേരളത്തിൽ വേരോടി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു മതേതര പ്രസ്ഥാനം, അത് ലെഫ്റ്റിലേക്ക് തന്നെ പോകണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരുപാട് തെറ്റുകൾ കാണും LDF നേതാക്കന്മാരെന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയല്ല. ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തണം. തിരുത്തി നിങ്ങൾ ഇതിനെ ലെഫ്റ്റിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന
ജനതയുടെ മുമ്പിൽ BJPക്ക് നിയമം പിടിക്കുമോ, വട്ടിയൂർക്കാവ് പിടിക്കുമോ, കഴക്കൂട്ടം പിടിക്കുമോ, ഇതൊക്കെയാണല്ലോ അവർ പറയുന്നത്. കാണാം. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? വ്യക്തിപരമായി അങ്ങുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ്. അതിന് ഉപരിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദം, ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന കാര്യങ്ങൾ, അതിനെങ്ങനെ രാഷ്ട്രീയമായും വ്യക്തിപരമായും? ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. എൻ്റെ പ്രായത്തിൽ ഞാൻ പിണറായിക്കാൾ മൂത്തതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 78-79 എനിക്ക് 80 ആയി. അപ്പോൾ എൻ്റെ ചെറുപ്രായക്കാരനാണ്. രാഷ്ട്രീയത്തിൽ അനുഭവങ്ങളിലും അത് വലിയ വ്യത്യാസമില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ നേതാക്കന്മാരിൽ ഒരാളാണ്. എൻ്റെ പാർട്ടിയിലെ വെളിയം ഭാർഗവൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നവരാണ്. വെളിയം ഭാർഗവന് ശേഷം എൻ്റെ മനസ്സിൽ കൂട് കെട്ടിയത് പിണറായി വിജയനാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.